രണ്ടാം സെമസ്റ്റർ FIUGP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ സർവകലാശാല വിളിച്ചിട്ടുമില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സുപ്രധാനമായ സംശയം തന്നെ ആയിരിക്കാം, എന്തുകൊണ്ടാണ് സാർ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇനിയും വിളിക്കാത്തത്? 6ാം സെമസ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞു, 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സൂപ്പർ ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും വിളിച്ചു. എന്നാൽ ഞങ്ങളുടെ FIUGP പരീക്ഷ എന്താണ് വിളിക്കാത്തത്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷാ ഭവനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ നമ്മളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഉടൻ തന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, പരീക്ഷ ഏപ്രിൽ മാസത്തിന് നടക്കും. അതിന് കാരണമായിട്ട് പറഞ്ഞത്, കണ്ണൂർ സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സെലക്ഷൻ ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ പ്രൊസീജിയറുകൾ ഫെബ്രുവരി മാസം 15 ശനിയാഴ്ച വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റി വിളിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളും ചൂട് പിടിച്ച് വേഗം തന്നെ വിളിക്കും, അത് ഉറപ്പാണ്. പരീക്ഷ എന്താണ് മാർച്ച് ഏപ്രിൽ മാസം തന്നെ നടക്കുമെന്ന് കൃത്യമായി പറഞ്ഞതിന് പറയാം. ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 21-ാം തീയതി, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 21-ാം തീയതിയാണ് ആരംഭിക്കുക. മാർച്ച് മാസം 21-ാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം മാർച്ച് മാസം 21-ാം തീയതിയാണ് പരീക്ഷയുടെ ടെൻറ്ററ്റീവ് ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഇൻഫോം ചെയ്തത്. പരീക്ഷയുടെ ടെൻറ്ററ്റീവ് ഡേറ്റ് ആയിട്ട് അറിയിച്ചത് മാർച്ച് മാസം 21-ാം തീയതിയാണ്. അപ്പോൾ ഈ മാർച്ച് മാസം 21-ാം തീയതി 6ാം സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസം 5-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട്, ഏപ്രിൽ മാസം 5 വരെ ഒന്നും പോകുകയല്ല, എന്നാൽ പോലും 5-ാം തീയതിക്കുള്ളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഈ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ സർവകലാശാല പൂർത്തീകരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം, അല്ലെങ്കിൽ എല്ലാ പ്രൊസീജിയറുകളും എന്ത് ചെയ്യും, പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രൊസീജിയറുകളും പരീക്ഷ ഉൾപ്പെടെ എന്ത് ചെയ്യും, ഏപ്രിൽ 5-നകം നടത്തി തീർത്തിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇനിയുള്ളത് 2 സെമസ്റ്റർ പരീക്ഷകളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഈ ഏപ്രിൽ 5-നും അല്ലെങ്കിൽ ഏപ്രിൽ 10-നും 30-നും ഇടയിൽ, ഏപ്രിൽ 10-നും 30-നും ഇടയിൽ എന്ത് ചെയ്യും, 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടത്തും. ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് വെക്കേഷൻ്റെ മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസം തന്നെ എല്ലാ പരീക്ഷകളും സർവകലാശാല പൂർത്തീകരിക്കും. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി ലഭിക്കുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കാരണം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി അക്കാദമിക് കലണ്ടറാണ് കൃത്യമായി ഫോളോ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പരാതി പറഞ്ഞിട്ടുണ്ട്, സാർ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ, ജനുവരി മാസമാണ് നേരാമാർഗം കോളേജുകളിൽ ക്ലാസ് തുടങ്ങിയത്. അക്കാദമിക് കലണ്ടർ പ്രകാരം ഡിസംബർ 16 തുടങ്ങിയെങ്കിൽ പോലും ജനുവരി മാസം ആണ് മര്യാദയ്ക്കൊന്ന് ക്ലാസ്സുകൾ തുടങ്ങിയത്. സാർ ഇതെന്താണിത്, ഏപ്രിൽ 1 ഏപ്രിൽ 1 മുതലാണ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ടെൻറ്ററ്റീവ് ഡേറ്റ് ആയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അറിയിച്ചത് FIUGPയുടെ. അപ്പോൾ മാറ്റം വന്നാലും 1-2 ദിവസത്തെ മാറ്റമേ വരുള്ളൂ, കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെ, എന്താണ് സാർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം ക്ലാസ്, 4ാം മാസം എന്ത് ചെയ്യുകയാണ്, എക്സാമാണ്. 6 മാസമല്ലേ സാർ ഒരു സെം ഉള്ളത്, എന്തുകൊണ്ടാണ് 3 മാസം ക്ലാസ് കഴിഞ്ഞ് 4ാം മാസം പരീക്ഷ എന്നുള്ളത്? വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബാച്ചിനും ഒരിക്കലും എന്ത് ചെയ്യാറില്ല, 6 മാസം കിട്ടാറില്ല. മാക്സിമം പോയാൽ 4 to 5 മാസമൊക്കെയാണ് മിനിമം ഒരു ബാച്ചിനൊക്കെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ അക്കാദമിക് കലണ്ടറിൽ 6 മാസം ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും, ഈ നമ്മളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും, കേരള യൂണിവേഴ്സിറ്റി ആയാലും, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും, യൂണിവേഴ്സിറ്റി ആയാലും, അതുപോലെ തന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും, ഒരു അക്കാദമിക് ഇയറിലെ വിദ്യാർത്ഥികൾക്കും 6 മാസം തികച്ച് സെമ്മ് കിട്ടാറില്ല. ഒരു അക്കാദമിക് ഇയറിലെ വിദ്യാർത്ഥികൾക്കും 6 മാസം തികച്ച് ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ 6 മാസം പ്രതീക്ഷ ആരും ഇരിക്കേണ്ട. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഇസ് ക്രേദ, ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.